UDF സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്ക് 2019 4,31,770 എന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് വയനാട് ലോക്സഭ എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റ് കൂടിയാണ് വയനാട്. എന്നാൽ 2024 തിരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കും UDFനും ആശങ്കകളുടെ സൂചനകളാണ് വയനാട്ടിലെ പോളിംഗ് കണക്കുകൾ നൽകുന്നത്. വയനാട്ടിൽ കഴിഞ്ഞവട്ടം രാഹുലിന് കൂടുതൽ ഭൂരിപക്ഷം നൽകിയ നിയമസഭാ മണ്ഡലത്തിൽ ഇക്കുറി പോളിംഗ് കുറഞ്ഞു. UDF ഏറ്റവും പ്രതീക്ഷിക്കുന്ന, അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിജയമുറപ്പിച്ച വയനാട് മണ്ഡലത്തിൽ എന്നാൽ ഇത്തവണ നിരാശയാണ് ഉണ്ടാവുക എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോഴുള്ളത്. 2019 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് ഒരു തരത്തിലും 2024 വെല്ലുവിളിയാവേണ്ട മണ്ഡലമല്ല വയനാട് എന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടലുകൾ. എന്നാൽ ഇത്തവണ ഈ കണക്കുകൂട്ടലുകൾ എല്ലാം തന്നെ പിഴയ്ക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 10,87,783 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ 7,06,367 രാഹുൽ ഗാന്ധിക്ക് നേടാനായിരുന്നു. ഇത്തവണ LDFനായി CPIയുടെ ദേശീയ നേതാവായ ആനി രാജയും NDAയ്ക്കായി BJP സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനും മത്സരത്തിനായി വന്നപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ആവേശം പ്രചാരണത്തിൽ പ്രകടമായിരുന്നു. അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് തന്നെ വലിയ മേൽക്കൈ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു UDF കണക്കുകൂട്ടിയത്. എന്നാൽ വയനാട്ടിൽ ഇത്തവണ പോളിംഗ് കുത്തനെ ഇടിഞ്ഞതോടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ UDF ക്യാമ്പ് ആശങ്കയിലാണ്. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 80.33% വോട്ടുകളാണെങ്കിൽ ഇത്തവണ അത് 7% കുറഞ്ഞ് 73.48 താണു. UDF ശക്തി കേന്ദ്രങ്ങളിൽ വൻ ഇടിവാണ് പോളിംഗിൽ ഇത്തവണ പ്രകടമായത്. കൽപ്പറ്റയിൽ വോട്ട് ചെയ്തത് 72.92% പേര് മാത്രമായിരുന്നു. UDFന്റെ ആശ്വാസം ഏറനാട്ടെ കണക്കിലാണ്. അത് 77.32%. 2019 രാഹുൽ ഫാക്ടർ ഇത്തവണ വോട്ടിംഗിൽ പ്രതിഫലിച്ചോ? കൊടി വിവാദം ലീഗ് പോക്കറ്റുകളിൽ ആളെ കുറച്ചോ എന്നീ ചോദ്യങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ ഒഴിവാക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയായ റോഡ് ഷോ നടത്തിയത്. മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് വലിയ വിവാദമായിരുന്നു. മുസ്ലിം ലീഗ് കൊടികൾ ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ചിഹ്നമുള്ള കൊടികൾ മാത്രം പ്രചാരണത്തിൽ മതിയെന്ന് നിർദ്ദേശം നൽകിയത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്നും കൊടികൾ ഒഴിവാക്കിയത്. കൊടികൾ ഒഴിവാക്കിയതിൽ ലീഗിൽ അതൃപ്തിയുണ്ടായിരുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ പിന്തുണയില്ലാതെ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ലീഗിന്റെ അതൃപ്തി വകവയ്ക്കാതെ ആയിരുന്നു രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ലീഗ് തിരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ആവശ്യപ്പെട്ടതും ഒടുവിൽ അവരെ പരിഗണിക്കാതിരുന്നതും വിവാദമായിരുന്നു. അർഹതപ്പെട്ട സീറ്റ് നേടിയെടുക്കാൻ ലീഗ് ശ്രമിച്ചെങ്കിലും ഒടുവിൽ നിരാശയായിരുന്നു ഫലം. കൂടാതെ മുസ്ലിം ലീഗിന്റെ പച്ച പതാക വയനാട്ടിൽ വേണ്ട എന്ന് കോൺഗ്രസ് തന്നെ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ മൗനം പാലിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ചെയ്തത്. ഇതേ സാഹചര്യത്തിലാണ് കണ്ണൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ലീഗിന്റെ പച്ച പതാക ഉയർത്തിയ ലീഗ് പ്രവർത്തകനെ കൊടി മടക്കിപ്പിച്ച് അദ്ദേഹത്തെ പിടിച്ചു പുറത്താക്കിയത്. ഇതെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വയനാട്ടിലെ വികാരത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് ലീഗ് അസ്വസ്ഥരാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നതുമാണ്. അതേസമയം വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു എന്ന വിശ്വാസത്തിലാണ് LDF. പാർട്ടി വോട്ടുകൾ പെട്ടിയിലായെന്ന് NDAയും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. വയനാട്ടിലെ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും കോഴിക്കോട്ടെ തിരുവമ്പാടിയും മലപ്പുറത്തെ ഏറനാടും നിലമ്പൂരും വണ്ടൂരും ചേരുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. 2009 74.71%,
2014 73.25% വോട്ടുകൾ പോൾ ചെയ്ത വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2019 പോളിംഗ് ശതമാനം 80.33 ഉയർന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റെക്കോർഡിലേക്ക് ഉയർത്തുന്നതിൽ നിർണായകമായിരുന്നു. എന്നാൽ ഇത്തവണ UDFന്റെയും രാഹുൽ ഗാന്ധിയുടെയും എല്ലാ പ്രതീക്ഷകളെയും നിരാശയിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. പോളിംഗ് ശതമാനം ഇത്രമേൽ കുറയാൻ മറ്റ് പല ഘടകങ്ങളുമുണ്ട്. വയനാട് MP ആയ രാഹുൽ ഗാന്ധി തൻ്റെ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ ചരിത്ര വിജയം നേടാൻ രാഹുൽ ഗാന്ധിക്ക് തുണയായത് വയനാട്ടിലെ സാധാരണ ജനങ്ങളുടെ പിന്തുണയായിരുന്നു. എന്നാൽ തങ്ങൾക്ക് ഒരു MP ഉണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് അവർ അവരുടെ MP കാണുന്നത്. ഇങ്ങനെയൊരു ജനരോഷം വയനാട്ടിൽ നിലനിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിച്ചു എന്നതിൻ്റെ തെളിവാകാം പോളിംഗിലെ കുത്തനെയുള്ള ഇടിവ്. ഇതുകൂടാതെയാണ് മുൻപ് പറഞ്ഞതുപോലെ ലീഗിനുള്ളിലെ അതൃപ്തിയും. UDFനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ലീഗിനെ തള്ളിപ്പറഞ്ഞ പ്രവണത വലിയ രീതിയിൽ തന്നെ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനെ പിണക്കിയത് രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് വേണം കണക്കുകൂട്ടാൻ. പല സാഹചര്യങ്ങളിലും തങ്ങളുടെ കൊടി ഉപേക്ഷിച്ചും അവഗണന സഹിച്ചും ലീഗിന് പാർട്ടിക്ക് വേണ്ടി തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നണി മാറ്റം ഉണ്ടാകുമെന്ന വിലയിരുത്തലുകൾ പോലും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു മുന്നണി മാറ്റത്തിലേക്കൊന്നും കടക്കില്ല എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയാൽ പോലും പാർട്ടിക്കുള്ളിൽ ലീഗ് അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ട് മറിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വിജയമാണെങ്കിൽ പോലും മുൻപ് നേടിയതുപോലെ ഒരു ചരിത്രം സൃഷ്ടിക്കാനൊന്നും രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തനെ താഴോട്ടു പോകും എന്നാണ് വിലയിരുത്തലുകൾ. പ്രചരണ രംഗത്തും കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ തരംഗമൊന്നും സൃഷ്ടിക്കാനാകാതെ രാഹുൽ ഗാന്ധി ഒതുങ്ങിപ്പോയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും അതിനൊരു കാരണമാണ്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിലൂടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ പാർട്ടിക്ക് പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ആവേശകരമായ പ്രകടനങ്ങളൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുമില്ല. കൂടാതെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ പോലും മുൻപുണ്ടായിരുന്നതുപോലെ ഒരു രാഹുൽ തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരിടത്തും പച്ചക്കൊടി വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ അത് കേട്ട് മൗനം പാലിക്കുകയായിരുന്നു പാവപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ചെയ്തത്. ആലപ്പുഴയിലും വയനാട്ടിലെ പോലെ സമാനമായ സംഭവം ആവർത്തിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ KC വേണുഗോപാലിന്റെ പ്രചാരണ പരിപാടിയിലാണ് ലീഗ് കൊടി വിലക്കിയത്. അവിടെ കോൺഗ്രസിന്റെ പതാക കൂടാതെ RSPയുടെ പതാകയുണ്ട്. KDP എന്ന പാർട്ടിയുടെ പതാകയുമുണ്ട്. പക്ഷേ UDFിലെ രണ്ടാമനായ ലീഗിന്റെ കൊടിക്ക് മാത്രമാണ് വിലക്കുണ്ടായിരുന്നത്. 2 സീറ്റിന് വേണ്ടി പാർട്ടി പതാക അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ദുർഗതി പക്ഷേ അഭിമാനബോധമുള്ള ലീഗുകാർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ നിസ്സഹായതയും വേദനയും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. ആദ്യം ചത്തകുതിര, പിന്നീട് തൊപ്പിയൊരിച്ച് സ്പീക്കറാക്കി, ഇന്ന് പച്ചക്കൊടി മാറ്റിച്ചു. നാളെ ലീഗിന്റെ പേരിലെ മുസ്ലിം പോകുമോ? സമൂഹ മാധ്യമങ്ങളിലും തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് ഈ വിഷയം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ലീഗിന്റെ പച്ചക്കൊടി കോൺഗ്രസ് വിലക്കിയതോടെയാണ് ലീഗിനെതിരായ പരിഹാസവർഷം. ലീഗിന്റെ ആത്മാഭിമാനത്തെയും വ്യക്തിത്വത്തെയും കോൺഗ്രസ് തുടർച്ചയായി അപമാനിച്ച ചരിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. 1957 ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് കോൺഗ്രസ് നേതാവായ ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ ചത്തകുതിര എന്ന് ആക്ഷേപിച്ചത്. 1957 ഫെബ്രുവരി 25 കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബീച്ചിൽ ചേർന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു വിവാദ പരാമർശം. ഇതായിരുന്നു നെഹ്റുവിന്റെ വാക്കുകൾ. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ കാഴ്ച ബംഗ്ലാവിൽ വെച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കേരളത്തിലും അതിൻ്റെ ഗതി കാഴ്ച ബംഗ്ലാവിലേക്ക് തന്നെ. എന്നാൽ ചത്ത കുതിരയുടെ വാലിൻ്റെ ഒരംശം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. ലീഗിന്റെ എക്കാലത്തെയും അഭിമാനമായി വാഴ്ത്തുന്ന നേതാവ് CH മുഹമ്മദ് കോയയെയും കോൺഗ്രസ് ക്രൂരമായി അപമാനിച്ചിട്ടുണ്ട്. ലീഗിൽ നിന്ന് രാജിവെച്ച ശേഷമേ സ്പീക്കറാക്കാൻ കോൺഗ്രസ് അനുവദിച്ചുള്ളൂ.
1961-ലായിരുന്നു ലീഗ് ചരിത്രത്തിലെ അപമാനകരമായ ആ സംഭവം. KM സീതി സാഹിബ് അന്തരിച്ചതിനെ തുടർന്ന് CHനെ ലീഗ് സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. എന്നാൽ കോൺഗ്രസ് വാശി പിടിച്ചു. ലീഗിൽ നിന്ന് രാജിവെച്ചാലേ സ്പീക്കറാകാൻ പറ്റൂ. കോൺഗ്രസിന് കീഴടങ്ങി. CH ലീഗിൽ നിന്ന് രാജിവെച്ചാണ് 1961 ജൂൺ 9 നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതേ തുടർന്നാണ് CHനെ തൊപ്പിയഴിപ്പിച്ച് സ്പീക്കറാക്കി എന്ന വിഖ്യാതമായ രാഷ്ട്രീയ പ്രയോഗം ഉടലെടുത്തത്. അങ്ങനെ ലീഗ് അപമാനിക്കപ്പെട്ടത് ഇതാദ്യമായല്ല. വയനാട്ടിലെ പോലെ മുസ്ലിം ലീഗിന്റെ കൊടി മറ്റ് ജില്ലകളിൽ നിന്നുകൂടി കോൺഗ്രസ് മാറ്റി നിർത്തിയിരുന്നു. ഇതിന്റെ എല്ലാം പ്രതിഫലനമാണ് വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന തിരിച്ചടിയായത്.